എന്താ ഡാർലിംഗ്, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? പിന്നല്ലാതെ. അതിരിക്കട്ടെ, മായക്ക് വീടെല്ലാം ഇഷ്ടപ്പെട്ടു? ഫർണിച്ചേഴ്സ്, ഫ്രിഡ്ജ്, TV എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ബെഡ്റൂം എയർ കണ്ടീഷൻ ചെയ്യാൻ നാളെ വരും. അതിന്റെ ആവശ്യമുണ്ടോ? ഡാർലിംഗ് അടുത്തുള്ളപ്പോൾ തന്നെ നല്ല തണുപ്പാ. ഓഹോ. കറണ്ട് പോയല്ലോ. അതെ, ലോഡ് ഷെഡിങ്ങാ. ആ സാറേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നളഞ്ഞു ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സണ്ണിയുടെ വരുമായിരുന്നോ? വരവും പോക്കും കൊണ്ട് കാര്യമില്ലല്ലോ. മാസങ്ങളായി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. സണ്ണിക്ക് എന്താ വീട്ടിൽ വന്നൂടെ? നളിനിയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിലോ? സമ്മതമാണെങ്കിലോ? കമാ, ഞാൻ പണക്കാരനല്ല, പക്ഷേ MSc റാങ്ക് ഹോൾഡറാണ്. ബോംബെയിൽ എത്തിയാലുടനെ എനിക്ക് ജോലി കിട്ടും. 3000 സ്റ്റാർട്ടിംഗ്. ബോംബെയിൽ നിന്ന് എന്റെ ബ്രദർ അയച്ച ലെറ്റർ നളിനി കണ്ടില്ലേ? കണ്ടു. പക്ഷെ ആരും അറിയാതെ ഒളിച്ചോടാൻ എനിക്ക് പേടിയാവുന്നു സണ്ണി. പേടിച്ചു നിൽക്കുന്നവരാരും ഉയരങ്ങളിൽ എത്താറില്ല. സണ്ണി അങ്ങോട്ട് വരാൻ പോവാ? പിന്നല്ലാതെ. അതിനു മുമ്പ് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം. അയ്യോ, സമയായി. എനിക്ക് ഹോസ്റ്റലിലെത്തേണ്ടതാ. ഞാൻ പോവാ. നളിനി നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. നോട്ടീക്ക്
എത്രയായിന്ന് അറിയാമോ? പകുതി പോലും ആയില്ല. റിപ്പോർട്ടിന്റെ കാര്യമല്ല, ചായ എത്രയായിന്നാ ചോദിച്ചത്. എത്രയായി? 4 കപ്പായി. ഇനിയും വേണ്ടി വരും. അപ്പോ റിപ്പോർട്ട് കലക്കുമല്ലോ. കാണിച്ചു തരാം. പണവും സ്വാധീന ശക്തിയുള്ള ചിലർക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന നിലയാണുള്ളത്. അക്കൂട്ടരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ടുപോലും കഴിയുന്നില്ല. എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കും. ഇനി ചായ തരൂല. സത്യത്തിൽ ചായ അല്ല വേണ്ടത്. ആ പിന്നെ ഗീതേ, ലതയുടെ മേശപ്പുറത്ത് ഡിക്ഷണറി ഉണ്ട്, അത് എടുത്തു തരും. ഞാൻ എല്ലാ വിവരവും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. വേണം. എന്റെ ഇഷ്ടത്തിന് അച്ഛൻ ഒരിക്കലും തടസ്സം പറയില്ല. നമ്മുടെ വിവാഹം വേഗം നടത്തി തരും. വിപ്ലവകരമായ ഒരു വിവാഹമാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ സ്ഥലം വിട്ട് ബോംബെയിൽ എത്തുന്ന ത്രിൽ അറേഞ്ച്ഡ് മാരേജ് കിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല സണ്ണി. മതി. എത്ര സിഗരറ്റ് വയ്ക്കുന്നു? എന്താ ഇതിന് വല്ലാത്തൊരു മണം? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വരൂ, നമുക്ക് പോകാം. ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ തണുക്കുന്നു. തണുപ്പ് മാറ്റാൻ പറ്റിയതാണിത്. നാം വലിച്ചു നോക്കും. ഒന്ന് വെറുതെ എനിക്ക് തന്നെ. ഞാൻ മദാമയല്ല. മദാമ്മകൾ ഇത് വലിക്കുന്നത് കൊണ്ടാ അവരുടെ ചുണ്ട് റോസാപ്പ് പോലിരിക്കുന്നു. വരൂ. ഗുഡ് മോർണിംഗ് സർ. ആ, ഇരിക്കൂ. വേണുവിന്റെ പുതിയ സംരംഭം ഏതുവരെയായി? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകളിൽ മായം ചേർത്ത് മാർക്കറ്റിലെത്തിക്കുന്ന ഒരു ഏജൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ വേണു വെറുമൊരു പ്രസ് റിപ്പോർട്ടർ മാത്രമല്ല, സാമൂഹ്യ സേവകൻ കൂടിയാണല്ലോ. സാറിന് അറിയാമോ, ഗവൺമെന്റ് സ്റ്റോക്ക് ചെയ്യുന്ന പെത്തഡിൻ മെഡിസിൻ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കുന്ന ഈ ഏജൻസി മൂലമാണ്. ഇതൊരു നെറ്റ്വർക്കാണ് സാർ. ഇവർ മായം ചേർക്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോട്ടറി ടിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം വ്യാജമായ മാർക്കറ്റിൽ എത്തിക്കുന്ന ഇവരാണ്. ഈ റാക്കറ്റ് നമുക്ക് പൊളിക്കണം വേണം. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ഭയങ്കര ബ്രെയിൻ ഉണ്ട് സാർ. ആരാണ് അയാൾ? അതറിയില്ല. പക്ഷേ കേന്ദ്രത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള ആളാണ്. ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന കൈക്കൂലി രഹസ്യമായി പല പേരിലും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഒരു തിമിംഗലം തന്നെയാണല്ലോ. ആ തിമിംഗലം നമ്മുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മറന്നു കിടക്കും. ഐ സീ. കം ഓൺ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹലോ ഹലോ ഹലോ